നമ്മളുടെ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 5 ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 5 ബിസിനസ്സും ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5000 രൂപയ്ക്ക് നമുക്ക് എല്ലാ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ്. ഞാൻ വെറുതെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക മാത്രമല്ല, ഈ 5 ബിസിനസ്സിന് നമ്മൾ ട്രെയിനിങ്, ലൈസൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബിസിനസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ബിസിനസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ബിസിനസ് നമ്മളുടെ ക്ലീനിങ് പ്രോഡക്ട്സിന്റെ ബിസിനസ് ആണ്. ക്ലീനിങ് പ്രോഡക്ട്സിന്റെ ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് ആണ് കേട്ടോ. നമുക്കത് ഈസി ആയിട്ട് തന്നെ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ജോലിക്കാരുടെ ആവശ്യമൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തന്നെ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ സമയം എടുത്തിട്ട് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്. ഏകദേശം 300 രൂപയാണ് ഇപ്പൊ ഒരു പ്രോഡക്റ്റ് നിർമ്മാണ ചെലവ് വരുന്നതെങ്കിൽ നമുക്കത് വിൽക്കുമ്പോൾ ഏകദേശം 1500 രൂപയോളാണ് കിട്ടുന്നത്. അത്രയും ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ബിസിനസ് ആണ്. അപ്പൊ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബോട്ടിൽസ്, സ്റ്റിക്കേഴ്സ്, ട്രെയിനിങ്, ലീഗൽ സൈഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത് നൽകുന്നുണ്ട്. അടുത്ത ബിസിനസ് ആണ് ഫുഡ് ഐറ്റത്തിന്റെ ബിസിനസ്. ഫുഡ് ഐറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കാറ്റഗറി പ്രോഡക്റ്റ് അറിയാമെങ്കിൽ, ഇപ്പൊ കേക്ക് ആയിക്കോട്ടെ, ചോക്ലേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ ഊണ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾക്ക് ബിസിനസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് സെപ്പറേറ്റ് ബിൽഡിംഗ് ഒന്നും എടുക്കാതെ തന്നെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ ലൈസൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡ് കാറ്റഗറി ബിസിനസ്, അപ്പൊ അതിനകത്ത് അച്ചാർ ബിസിനസിനും അതുപോലെ തന്നെ റെഡി ടു കുക്ക് വെജിറ്റബിൾ ബിസിനസിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അച്ചാറൊക്കെ നമുക്ക് വീട്ടിൽ തുടങ്ങി ഒരു ബ്രാൻഡാക്കി മാറ്റാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ റെഡി ടു കുക്ക് വെജിറ്റബിൾസ്, ഇപ്പൊ നമ്മൾ കറികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുന്ന ബിസിനസ്, ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു പ്രോഡക്റ്റിനും ഇന്ന് നല്ല ഡിമാൻഡ് ആണല്ലോ ഉള്ളത്. അപ്പൊ പിക്കിള്, പിന്നെ റെഡി ടു കുക്ക് വെജിറ്റബിൾസ്, എന്തെങ്കിലും ഒരു ഫുഡ് കാറ്റഗറി പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഡ്രസ്സ്, ജ്വല്ലറി ഐറ്റത്തിന്റെ ബിസിനസ്. ഇപ്പൊ ഡ്രസ് ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾ ഡ്രസ് ബിസിനസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ലീഗൽ സൈഡും എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഡ്രസ് ബിസിനസ് നമ്മളും ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ ലീഗൽ പ്രൊസീജിയർ, എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യും, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള നമ്മളുടെ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആമസോൺ, മീഷോ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ വഴി പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആമസോൺ, മീഷോയിലൊക്കെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ഓർഡർ വരികയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഇത് പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് പ്രോഡക്റ്റ് ബണ്ടിലായിട്ട് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ആമസോൺ, മീഷോയിലൊക്കെ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് വിറ്റിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് മീഷോ, ആമസോണിലൊക്കെ പ്രോഡക്റ്റ് വിൽക്കേണ്ടത് എന്നുള്ള ട്രെയിനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ. അടുത്തൊരു ബിസിനസ് ആണ് ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ബിസിനസ്. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ബിസിനസ് ആണ് ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ബിസിനസ്. ഒരുപാട് ആളുകൾ ചെയ്തിട്ട് ഇത് വിജയത്തിലോട്ടും അതുപോലെ തന്നെ ഇത് പരാജയത്തിലോട്ടും പോയിട്ടുള്ള ബിസിനസ് ആണ്. ഞങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ബിസിനസ് ആണ്. ഏകദേശം 1 വർഷമായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം എങ്ങനെ ഈ ഒരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കാം എന്നതിന്റെ ട്രെയിനിങ് അവൈലബിൾ ആണ്. ശരിയായ രീതിയിൽ പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്ത് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് വെച്ചാൽ മാത്രം, അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചു വെച്ചാൽ ഒരിക്കലും നമ്മളുടെ ബിസിനസ് മുന്നോട്ട് പോകില്ല. ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലും ലോക്കൽ ആയിട്ടുള്ള ഷോപ്പിലും ആമസോണിലും മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റിലോട്ട് നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബിസിനസ്സിന് അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനൊക്കെ നമ്മുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് അവൈലബിൾ ആണ്. ട്രെയിനിങ് എടുക്കുന്ന മെമ്പേഴ്സിന് നമ്മളോട് നേരിട്ട് വാട്സാപ്പിൽ സംശയം ചോദിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കും. എത്ര നാൾ വേണമെങ്കിലും വാട്സാപ്പ് സപ്പോർട്ട് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ.